ഇത് മാസ് മോട്ടോഴ്സിന്നാണ്. ഹീറോൻ്റെ ഡീലക്സ് വണ്ടി നമ്മൾ വർക്കിന് വേണ്ടിയിട്ടുണ്ട്. മെയിനായിട്ട് നമുക്ക് പറഞ്ഞത് ജനറൽ സർവീസ് പറഞ്ഞിട്ടുണ്ട്, സ്റ്റാർട്ടിങ് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ടുണ്ട്, അതായത് സെൽഫിൽ വണ്ടി സ്റ്റാർട്ട് ആവില്ല എന്നാണ് പറഞ്ഞത്. പിന്നെ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. ലെഫ്റ്റ് സൈഡ് ഫോർക്കിൻ്റെ ഫ്രണ്ട് അടിഭാഗത്തു നിന്നായിട്ട് ചെറിയൊരു ഓയിൽ ലീക്ക് പോലെ കാണുന്നുണ്ട്. ഇത്രയും കേസാണ് മെയിനായിട്ട് പറഞ്ഞേക്കണേ. അപ്പോൾ നമ്മൾ സർവീസിൻ്റെ ഭാഗമായിട്ട് വണ്ടി വർക്കിന് കയറ്റിയിട്ടുണ്ട്. അതിനകത്ത് ആദ്യം പറഞ്ഞ കംപ്ലയിൻറ്റ് സെൽഫിൻ്റെ കംപ്ലയിൻ്റാണ് പറഞ്ഞത്. സെൽഫിൻ്റെ കംപ്ലയിൻറ്റ് മെയിനായിട്ട് ബാറ്ററിയുടെയാണ് കംപ്ലയിൻറ്റ് ഉണ്ട്. ബാറ്ററി മാറ്റി വെച്ചാൽ കംപ്ലയിൻറ്റ് മാറിക്കോളും. 2022 ബാറ്ററിയാണ് വണ്ടിയിൽ ഇരിക്കുന്ന ബാറ്ററി. അതിൻ്റെ വോൾട്ട് നമ്മൾ നോക്കുമ്പോൾ 12.12 വോൾട്ട് കാണിക്കുന്നുണ്ട്. ആ 12 വോൾട്ട് ഉള്ളത് കൊണ്ട് തന്നെ നമുക്ക് ഹോൺ ഇൻഡിക്കേറ്ററൊക്കെ കൃത്യമായിട്ട് വർക്ക് ചെയ്യും. പക്ഷേ സെൽഫ് വർക്ക് ചെയ്യണം, ഈ മോട്ടോർ വർക്ക് ചെയ്യണമെന്നുണ്ടെങ്കിൽ കറക്റ്റ് ആംബിയർ വേണം. ഇത് നമ്മൾ ലോഡ് ടെസ്റ്റ് ചെയ്യുന്ന സമയത്ത് വോൾട്ട് പോകുന്നതാണ് 6 പോയിൻറ്റിലേക്കാണ് പോകുന്നത് കേട്ടോ. അപ്പോൾ അത്രയും വോൾട്ട് വേരിയേഷൻ വരുമ്പോഴുള്ള പ്രോബ്ലം എന്താ വെച്ചാൽ 8.5 വോൾട്ടിൽ താഴേക്ക് വന്നു കഴിഞ്ഞാൽ ബാറ്ററി കംപ്ലയിൻ്റ് ആണ്. ആ സ്ഥാനത്താണ് ഈ പറഞ്ഞ 6.5 വോൾട്ടിലേക്ക് ബാറ്ററി പോകണം. അപ്പോൾ നമുക്ക് ബാറ്ററി മാറ്റിയിട്ട് പുതിയത് വെച്ചാലാണ് നമുക്ക് സെൽഫിൻ്റെ കേസ് റെഡി ആവുള്ളൂ. നമ്മൾ വേറൊരു ബാറ്ററി വെച്ച് നോക്കി കൺഫേം ചെയ്തതിന് ശേഷമാണ് ഇപ്പോൾ വീഡിയോയിൽ പറയണത് കേട്ടോ. അപ്പോൾ നോക്കിയിട്ട് റിപ്ലൈ ഇട്ടാൽ മതി, ഞാൻ അതിൻ്റെ ഒരു എസ്റ്റിമേറ്റൊക്കെ ഇട്ട് തരാം. പിന്നെ സർവീസിൻ്റെ ഭാഗമായിട്ട് ജനറലായിട്ടുള്ള സർവീസിന് വേണ്ടിയിട്ട് നമ്മളതിൻ്റെ ബാക്ക് ബ്രേക്കൊക്കെ അയച്ചിട്ടുണ്ട്. ബ്രേക്ക് ക്യാമൊക്കെ ഒന്ന് ഗ്രീസ് ചെയ്യണം. അതേപോലെ തന്നെ ബ്രേക്ക് ലൈനറൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് കയറ്റാൻ വേണ്ടിയിട്ടൊക്കെയാണ്. നിലവിൽ വേറെ കുഴപ്പമൊന്നുമില്ല, ക്ലീൻ ചെയ്ത് ഗ്രീസ് ചെയ്ത് റീസെറ്റ് ചെയ്താൽ മതി. അതേപോലെ തന്നെ ഹബ്ബിൽ വേറെ പറയുന്ന കംപ്ലയിൻ്റ് ഇല്ല. വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്തു, വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നുമില്ല. ടയർ ഫ്ലാറ്റായിട്ട് തേയണ മോഡൽ ടയറാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ വണ്ടി ഓടിക്കുമ്പോൾ ചെറിയൊരു പാള് കാണിക്കുന്നുണ്ട്. അത് ടയറിൻ്റെ ആണ് കേട്ടോ. അത് പരമാവധി ഉപയോഗിക്കുക. അതിനുശേഷം ടയർ മാറ്റിയിടുമ്പോൾ നൈലോൺ ടൈപ്പ് ടയർ ഇടാനായിട്ട് ശ്രദ്ധിക്കുക. ചെയിൻ ചെറിയ ലൂസ് ഉണ്ട്, അത് നമുക്കൊന്ന് ടൈറ്റ് ചെയ്തിടാം. അതേപോലെ തന്നെ എയർ ഫിൽറ്ററൊക്കെ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ പുതിയ ഫിൽറ്ററൊക്കെ കിടക്കണം കേട്ടോ. അപ്പോൾ ഒന്ന് തുടച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യാനുള്ളൂ. പിന്നെ നമുക്ക് അതിനകത്ത് പറഞ്ഞാൽ വേറെ വർക്ക് എന്ന് പറഞ്ഞാൽ എഞ്ചിൻ ഓയിൽ ചെക്കപ്പ് പറഞ്ഞിട്ടുണ്ട്. ഓയിൽ നമുക്ക് 100% കളർ നോക്കിയിട്ട് ഓയിൽ മാറാറായിട്ടുണ്ടോ എന്നൊന്നും കൃത്യമായിട്ടൊന്നും പറയാനായിട്ട് പറ്റില്ല. ശരിക്കും ഇപ്പോൾ നമ്മൾ നോക്കുമ്പോൾ ഓയിൽ വലിയ പ്രശ്നമൊന്നും കാണുന്നില്ല. കളറിനകത്ത് വലിയ വേരിയേഷൻ തോന്നണില്ല. വണ്ടിയുടെ എഞ്ചിൻ ഓയിലൊക്കെ മാറ്റാന്ന് പറഞ്ഞാൽ കറക്റ്റ് കിലോമീറ്ററിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഓയിൽ മാറ്റേണ്ടത് കേട്ടോ. എത്ര കിലോമീറ്റർ ഓടിയെന്ന് നോക്കിയിട്ട് അതനുസരിച്ചിട്ടാണ് ചെയ്യേണ്ടത്. ഓരോ 3000 കിലോമീറ്ററിലാണ് എഞ്ചിൻ ഓയിൽ മാറ്റേണ്ടത്. ഇതിപ്പോൾ നോക്കുമ്പോൾ ഓയിൽ നല്ല ഫ്രഷ് ആയിട്ട് തന്നെ ഉണ്ട് കേട്ടോ. ഈ കറക്റ്റായിട്ട് പറയാൻ കാരണം വെച്ചാൽ കൃത്യമായിട്ട് വണ്ടി സർവീസ് ചെയ്ത് ശ്രദ്ധിക്കുന്ന ആൾക്കാരുടെ കസ്റ്റമേഴ്സിൻ്റെ വണ്ടിയാണെന്നുണ്ടെങ്കിൽ, കറക്റ്റ് ടൈമിൽ ഓയിൽ മാറുന്ന വണ്ടിയാണെന്നുണ്ടെങ്കിൽ എഞ്ചിൻ ഓയിൽ കാര്യമായിട്ട് കളർ മാറാനൊന്നും പോകണില്ല. അത്രയ്ക്കും മോശം, അതായത് സമയത്തിന് ഓയിൽ മാറ്റാതെയൊക്കെ വരുമ്പോഴാണ് അതിൻ്റെ ഉള്ളിൽ അത്രയും കാർബൺ കാര്യങ്ങളൊക്കെ വരാം. അപ്പോൾ ഓയിൽ ചേഞ്ച് കൃത്യമായിട്ട് നമ്മൾ 3000 കിലോമീറ്ററിന് കൃത്യമായിട്ട് ചെയ്തു പോകാനായിട്ട് ശ്രദ്ധിക്കുക. ഇപ്പം നിലവിൽ നോക്കിയിട്ട് പ്രോബ്ലം തോന്നണില്ല. പക്ഷേ ഓയിൽ ചേഞ്ചിൻ്റെ ടൈം ആയിട്ടുണ്ട്. 3000 കിലോമീറ്റർ ഓടിയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ അത് കളർ നോക്കരുത്, നിങ്ങൾ പറഞ്ഞ് കൃത്യമായിട്ട് അത് മാറ്റിക്കാനായിട്ട് ശ്രദ്ധിക്കുക. പിന്നെ സ്പാർക്ക് പ്ലഗൊക്കെ ഒന്ന് അഴിച്ച് ക്ലീൻ ചെയ്ത് റീസെറ്റ് ചെയ്യുന്നുണ്ട്. പിന്നെ നമ്മളതിൻ്റെ ഫ്രണ്ടിലത്തെ ബ്രേക്ക് കൂടി നമ്മൾ അഴിക്കും. ഫ്രണ്ട് വീൽ ബെയറിംഗ് ഒക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ഒന്നുമില്ല. പിന്നെ ഈ ഭാഗത്താണ് ചെറിയൊരു ഓയിലിൻ്റെ നന പോലെ, അത് ഈ ഇതിൻ്റെ ഫോർക്കിൻ്റെ അടിയിലത്തെ അല്ലെങ്കിൽ ബോൾട്ടിൻ്റെ ഒരു ഇതാണ്. അത് നമുക്ക് വീൽ അഴിക്കണ കൂട്ടത്തിൽ കൂടെ ഒന്ന് ടൈറ്റ് ചെയ്ത് വിട്ടേക്കാം. ടയർ ഫ്രണ്ടിലത്തെ കുഴപ്പമില്ല, കുറേ കൂടി ഉപയോഗിക്കാനുണ്ട്. പിന്നെ ഫ്രണ്ട് ഷോക്കിൻ്റെ ഒക്കെ ആക്ഷനൊക്കെ ചെക്ക് ചെയ്ത് വേറെ കംപ്ലയിൻ്റ് ആയിട്ടൊന്നും തോന്നണം ചേട്ടാ. പിന്നെ ഇൻഡിക്കേറ്റർ ഹോൺ കാര്യങ്ങളൊക്കെയാണ് ബാക്കിയത്തെ ചെക്കപ്പ് തന്നെ ജനറൽ സർവീസിനകത്ത്. അതെല്ലാം നമ്മൾ ഡീറ്റെയിൽ ആയിട്ട് ചെക്ക് ചെയ്ത് പോകും. അപ്പോൾ അതിൻ്റെ ഏകദേശം ഒരു എസ്റ്റിമേറ്റ് ആക്കിയിട്ട് അതിൻ്റെ ഡീറ്റെയിൽസ് വാട്സാപ്പിലേക്ക് ഒന്ന് ഷെയർ ചെയ്തിട്ടേക്കാം. വീഡിയോ കണ്ടു കഴിയുമ്പോൾ നോക്കിയിട്ടൊന്ന് റിപ്ലൈ ചെയ്യണം. റിപ്ലൈ കിട്ടിയിട്ട് നമുക്ക് അതനുസരിച്ചിട്ട് വേണം വർക്ക് കംപ്ലീറ്റ് ചെയ്യാനായിട്ട്. ഓക്കെ.